എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മിത്രയുടെയും ആര്യന്റെയും ഒക്കെ കഥയൊക്കെ ആയിട്ടാണ്. സാന്ത്വനം 2-ന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ ആര്യം കെട്ടിയ താലി അത് മനസ്സില്ലാ മനസ്സോടു കൂടി പൊട്ടിക്കാൻ ഒരുങ്ങാണ് മിത്ര. ഈ സമയത്താണെങ്കിലോ മിത്രയുടെ മനസ്സിലേക്ക് അമ്പലത്തിൽ വെച്ച് ആര്യൻ ആ കഴുത്തിൽ താലി കെട്ടുന്ന കാര്യങ്ങളും അതുപോലെ അപ്പച്ചിയുടെ അനുഗ്രഹം വാങ്ങിച്ച കാര്യങ്ങളും ഒക്കെ ഇവളിങ്ങനെ ഓർക്കുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിത്രയെ കൊണ്ട് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ശരിക്കും മനസ്സ് പറ്റുന്നേ ഇല്ല. അങ്ങനെ അവള് വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ആര്യൻ നിർബന്ധിക്കാണ്, മിത്ര നീ ആ താലി പൊട്ടിക്ക്, ഇപ്പം ഇതാണ് ഏറ്റവും പറ്റിയൊരു സമയം, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ നിന്നെ തിരികെ സ്വീകരിക്കും, ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ നിന്നാ നമ്മളെ 2 കുടുംബങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്. അങ്ങനെ മിത്രയോട് ആര്യം പറഞ്ഞിട്ടും ആര്യന്റെ വാക്കുകളൊന്നും കേൾക്കാൻ നമ്മുടെ മിത്ര തയ്യാറല്ല. അവളാണെങ്കിൽ ആര്യനോട് പറഞ്ഞു, നിങ്ങളല്ലേ എൻ്റെ കഴുത്തിൽ കെട്ടി തന്നത്, അതുകൊണ്ട് ഈ താലി നിങ്ങൾ തന്നെ പൊട്ടിച്ചെടുത്തോളാൻ പറഞ്ഞു. അപ്പം മിത്ര പറഞ്ഞ പാടെ തന്നെ ആര്യൻ അവളുടെ താലിമാലയിൽ കയറി പിടിച്ചതും അവനും ആലോചിച്ചു അമ്പലത്തിൽ വെച്ചിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. പിന്നീട് അവനും മനസ്സ് വരാതെ അവൻ നേരെ പോയിട്ട് നമ്മുടെ അനന്തന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയാണ്. അതെ, ഇവള് മരണം വരെ ഈ ആര്യന്റെ പെണ്ണായിട്ട് ആര്യൻ കെട്ടിയ താലിയും അണിഞ്ഞ് ജീവിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ ആര്യന്റെ അമ്മായിയച്ഛനുണ്ടല്ലോ, അതായത് നമ്മുടെ അനന്തൻ, പുള്ളിക്കാരൻ വന്നിട്ട് മിത്രയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ മിത്രേ, ഇനി എന്തായാലും ദേ ഞങ്ങളുടെ വീട്ടിൽ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു മകള് എനിക്കില്ല എന്ന് കരുതി തന്നെ ഞാനും എൻ്റെ വീട്ടുകാരും ഒക്കെ ജീവിക്കുമെന്ന് പറയുമ്പം ശരിക്കും നമ്മുടെ മിത്രയ്ക്ക് വലിയ വിഷമമൊക്കെ ആയി. അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള സങ്കടം. അവളുടെ അമ്മയാണെങ്കിലോ തൻ്റെ മകള് ഇങ്ങനെയുള്ളൊരു ജീവിതത്തിൽ ചെന്ന് പെട്ടല്ലോ എന്നുള്ള സങ്കടത്തിൽ ആ അമ്മയും കരഞ്ഞു പിഴിഞ്ഞു പോവുക. പിന്നീടാണെങ്കിൽ നമ്മുടെ ആര്യനാണെങ്കിലും മിത്രയുടെ കയ്യും പിടിച്ച് ദേവമംഗലത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ബാലൻ അവരെ തടഞ്ഞു. അതെ, ഇത് ബാലന്റെ വീടാണ്, ഇപ്പൊ നീ കേട്ടതല്ലേ, ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ 2 പേരെയും കൂടെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് ഞാൻ കളിച്ച കള്ളക്കളിയാണ് ഇതെന്നൊക്കെ. അതും പോരാഞ്ഞ് മിത്രയുടെ സ്വർണങ്ങളൊക്കെ ഞാനാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന് വരെ ഇപ്പൊ അനന്തം പറഞ്ഞു വെച്ചല്ലോ. ഇതൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ ഇത്രയും മോശമായിട്ടൊക്കെ ആൾക്കാരുടെ മുന്നിൽ അപമാനിക്കുന്നത്? ഞാൻ ആകെ ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ആ വീട്ടിലെ പെണ്ണിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടി, പക്ഷെ അതിൽ പിന്നെ ഞാൻ ഒരു തെറ്റിനും നിന്നിട്ടില്ല. അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യയായിട്ട് നിങ്ങളുടെ അമ്മയായിട്ട് ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാലന്റെ തീരുമാനം കേട്ടതും മിത്രയും ആര്യനും കൂടി പകച്ചു നിൽക്കുക. അപ്പം ഗോമതി പറഞ്ഞു, അതെ, അവനൊരു തെറ്റ് പറ്റിപ്പോയതല്ലേ, നിങ്ങൾ ക്ഷമിക്കണം, ഇനിയിപ്പം അവരെ എങ്ങോട്ട് വിടാനാ, മിത്ര ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആര്യനാണെങ്കിലോ അച്ഛനും അമ്മയും സ്നേഹിച്ച കഥകൾ വരെ അവൻ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ബാലന് നല്ല ദേഷ്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിന് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ധർമ്മനും നമ്മുടെ മീനാക്ഷിയും ആദർശും അതുപോലെ തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. അങ്ങനെ അവരുടെയൊക്കെ തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ ബാലൻ അങ്ങ് വഴങ്ങി. പിന്നീടാണെങ്കിലോ അങ്ങനെ നമ്മുടെ ഗോമതി തൻ്റെ പ്രിയപ്പെട്ട മരുമകൾക്ക് നിലവിളക്കൊക്കെ കൊടുത്തു. അതിനുശേഷം ആര്യൻ്റെ കൈയും പിടിച്ച് നമ്മുടെ മിത്ര വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും അനന്തൻ്റെ വീട്ടിലാണെങ്കിലും ഭയങ്കര ചർച്ച നടക്കുകയാണ്. അലോക് പറയുന്നുണ്ട്, അതെ, ആ ആര്യൻ്റെ അഹങ്കാരം അവൻ്റെ കൈയും കാലും തല്ലി ഓടിച്ച് എവിടെയെങ്കിലും മൂലയ്ക്ക് കിടത്തുക ചെയ്യേണ്ടത്. അവന് വയ്യാതെ വന്നു കഴിയുമ്പോഴത്തേക്കിനും മിത്ര താനെ ഈ വീട്ടിലേക്ക് വന്നോളൂ. ഒരിക്കലും അവള് അതുപോലെയുള്ളൊരു വീട്ടിൽ ജീവിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല. മോനെ, നീ അങ്ങനെയൊന്നും പറയരുത് എന്നും പറഞ്ഞ് അച്ഛമ്മയാണെങ്കിൽ നമ്മുടെ അലോകിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അനന്ത, നീ ഒന്ന് ക്ഷമിക്ക്, മക്കളുടെ ജീവിതമല്ലേ, അറിയാലോ നിനക്ക്. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗോമതി നമ്മളെ വിട്ടു പോയപ്പോൾ എത്രമാത്രം സങ്കടം നമ്മൾ അനുഭവിച്ചതാണെന്ന്. അതെ, ആ തെറ്റ് തന്നെയല്ലേ അമ്മ ഇവള് വീണ്ടും ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന മിത്ര ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൽ നമ്മുടെ അനന്തന് നല്ല സങ്കടമൊക്കെ ഉണ്ട്. അനന്തൻ ഈ കാര്യങ്ങൾ മുഴുവനും അമ്മയോട് പറഞ്ഞ് കരയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അനന്തനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, മോനെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, വന്നതൊക്കെ സംഭവിച്ചു. പിന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് അവളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ നമ്മളായിട്ട് പോകണ്ട, അവരെങ്ങനെയും ജീവിച്ചോട്ടെ, ഇനി ആ ഒരു ഭാഗം ചിന്തിക്കേണ്ട എന്നും പറഞ്ഞ് അമ്മ മക്കളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറി വന്നതും ബാലനാണെങ്കിലോ നല്ല കലിപ്പുണ്ട് നമ്മുടെ ആര്യനോടും അതുപോലെ തന്നെ മിത്രയോടും ഒക്കെ. ഇപ്പം തൻ്റെ ബന്ധുക്കാരുമായിട്ട് ഒന്ന് ചെറിയ രീതിയിലൊക്കെ സ്നേഹിച്ച് വന്നതല്ലേ ഉള്ളൂ.
ആ സമയത്ത് തന്നെയാണ് ഇത്രയും വലിയൊരു വിഷയമൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആര്യനോട് നല്ല ദേഷ്യമുണ്ട്. എന്നിട്ട് നമ്മുടെ ബാലൻ പിണങ്ങി മാറിയിട്ട് അങ്ങ് മാറി നിന്നിട്ട് പറയുകയാണ്, അതെ, ഇപ്പൊ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഈ വീട്ടിൽ കയറ്റിയെന്ന് വിചാരിച്ചിട്ട് ഇതൊരു കൺസിഡറേഷൻ ആയിട്ട് കരുതണ്ട. ഇനി ഒരിക്കലും ഈ ബാലന്റെ മനസ്സിൽ ആര്യനൊരു സ്ഥാനം ഉണ്ടാവില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ആര്യനെ ആവശ്യമില്ലാണ്ടൊക്കെ നമ്മുടെ ബാലൻ പിടിച്ച് തല്ലുമല്ലോ. അപ്പൊ ഈ കാര്യങ്ങളും ചെയ്യാത്ത കുറ്റത്തിനൊക്കെ നമ്മുടെ ആര്യൻ നല്ല അടി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോമതി ആണെങ്കിൽ ആര്യന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ആര്യനോട് പറഞ്ഞു, മോനെ നീ ക്ഷമിക്ക്, മോൻ എന്തോരം സഹിക്കുന്നുണ്ട്, എന്തോരം ക്ഷമിക്കുന്നുണ്ടെന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ, അമ്മ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും ത്യാഗമൊക്കെ സഹിക്കുന്നത്. നിനക്ക് ഇഷ്ടമില്ലാതെ ഇരുന്നിട്ട് കൂടി മിത്രയുടെ കഴുത്തിൽ നീ താലി കെട്ടിയത് അതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോമതി മകനെ ആശ്വസിപ്പിക്കുമ്പോഴത്തേക്കിനും, അതെ അമ്മേ, അവൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിരുന്നു അത്. പക്ഷെ അവളും അങ്ങനെ പോവാൻ തീരുമാനിച്ചില്ല. ഇനിയിപ്പോൾ എന്താണോ വരുന്നിടത്ത് വെച്ച് തന്നെ കാണാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക. മിത്രയ്ക്കാണെങ്കിലോ തൻ്റെ ഒറ്റവരും ഉടയവരും ഒക്കെ തന്നെ ഉപേക്ഷിച്ചതിൻ്റെ ദുഃഖമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ്. എന്തായാലും നമ്മുടെ ഗോമതി സത്യങ്ങളൊക്കെ ഏറ്റു പറയോ ഇല്ലയോ എന്നുള്ളത് നാളെ അറിയാൻ പറ്റും. അപ്പോൾ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.